So, the last topic in our sixth module is about nonlinear system. Just concept of nonlinear system. That is, what is nonlinear system and what are the types of nonlinear system. That is, we are going to discuss. And after that, we will discuss about random signals. So, in the first module, we already discussed about what is linear system. A linear system is on which obey superposition theorem. Then what is nonlinear system? Nonlinear system is a system which does not obey the principle of superposition. What is superposition theorem? Which will obey both linearity and അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഒബേ ചെയ്യാത്ത സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഒരു നോൺ ലീനിയർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് മുന്നേ വാട്ട് ഈസ് ലീനിയർ സിസ്റ്റം? ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ലീനിയർ സിസ്റ്റം മീൻസ് ഇഫ് വി ചേഞ്ച് ദ ഇൻപുട്ട് ലീനിയർലി ദ ഔട്ട്പുട്ട് വിൽ ഓൾസോ ചേഞ്ച് ലീനിയർലി. നമ്മൾ ഇൻപുട്ട് ലീനിയർ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണം? ലീനിയർ ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. ഒരു സൈൻ വേവ് ആണെന്ന് വെച്ചോ, അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുവാണ്. സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു ലീനിയർ റിലേഷൻ അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ലീനിയർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഇത് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടിൻ്റെ ആക്സസ് ആണെങ്കിൽ ഇൻപുട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യാണ്? ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? നോൺ ലീനിയർ എന്ന് പറയാം. സോ നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്റ്റേണലായിട്ട് ആ നോൺ ലീനിയർ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുക. അതായത് ഞാനൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ടിലെ വേരിയേഷൻ എന്താവാം? അഡിറ്റീവ് ആവാം, ഡിസ്റപ്റ്റീവ് ആവാം. അതായത് എനിക്ക് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് സാമ്പിൾ ചെയ്ത് പിന്നെ അല്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു ലീനിയർ വേരിയേഷൻ ഇല്ല. വിത്ത് റെസ്പെക്ട് ടു ടൈം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോപ്പറായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞേക്കുന്നത്, നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? Non-linear system cannot be decomposed into parts and reassembled into same thing. കാരണം ഇൻപുട്ടിനനുസരിച്ചുള്ള ചേഞ്ച് എന്തല്ല? ലീനിയർ അല്ല, അല്ലെങ്കിൽ അതൊരു ഒരു പർട്ടിക്കുലർ വേയിലല്ല, നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു വേയിലല്ല ഔട്ട്പുട്ടിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോൺ ലീനിയർ എഫക്റ്റ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എഫക്റ്റ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുവാണ് ഇങ്ങനൊരു സിസ്റ്റം, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഇതിപ്പോൾ ലീനിയർ ആണോ? അല്ല. കാരണം എന്താ? ഇൻപുട്ട് ഇൻക്രീസ് ചെയ്ത് ഇവിടെ വരുന്ന ഇത് ഇൻപുട്ടാണ്. ഇൻപുട്ട് ഇവിടെ എത്തുന്നിടം വരെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പിന്നെ അതെന്തായി? കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ എപ്പോഴും ഒരേ തരത്തിലുള്ളൊരു വേരിയേഷൻ അല്ല അത് കാണിക്കുന്നത്. ഇവിടെ മേ ബി ഇവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇത് ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇൻപുട്ട് ആയിരിക്കാം. എവിടെ? ഇവിടെ. അത് കഴിയുമ്പോൾ അതെന്തായി? കോൺസ്റ്റന്റ്. അത് കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. നോക്കിയേ, ലീനിയർ അല്ല. ലീനിയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരൊറ്റ റിലേഷൻ കൊണ്ട് എന്ത് ചെയ്യാം? അത് ഡിഫൈൻ ചെയ്യാം. ഇത് ഇങ്ങനെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇത് ലീനിയർ അല്ല. അപ്പോൾ ഇതിനെ എനിക്ക് ലീനിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ഞാൻ ഇതിന്റെ ഫ്രീക്വൻസിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈക്കിളിനെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഇൻപുട്ട് ഇത്രയും ഒരു റേഞ്ച് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം എന്താണ്? ലീനിയർ ആണ്. So, in some cases, the effect of nonlinear components can be avoided by restricting the operation of components or narrow limited range. ഒരു റേഞ്ചിൽ ഞാൻ അതിനെ ലിമിറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് അത് ചില കേസിലേ ഉള്ളൂ. ചില കേസിൽ ചില കമ്പോണൻസ് ആ ഒരു റീജിയനിൽ ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കേസാണ് പറഞ്ഞേക്കുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഒരു സ്പ്രിംഗ് ആണ്. ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യുവാണ്? ഒരു ലോഡ് കൊടുക്കുവാണ്. ഒരു ലോഡ് ഞാൻ അതിലോട്ട് വെക്കുമ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യാൻ തുടങ്ങും? സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. കാരണം വെയിറ്റ് കൂടുമ്പോൾ കൂടുതൽ സ്ട്രെച്ച് ചെയ്യും, വെയിറ്റ് കുറവാണെങ്കിൽ അത്രയും സ്ട്രെച്ച് ചെയ്യത്തില്ല. അങ്ങനെയാണല്ലോ സ്പ്രിങ്ങിൽ ചെയ്യാം. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്പ്രിങ്ങിന്റെ ആ പ്രോപ്പർട്ടി അങ്ങ് പോവും.
പിന്നെ നമുക്കറിയാം ഒരു സ്പ്രിംഗ് ആണെങ്കിൽ അത് പിന്നെ സ്ട്രെച്ച് ചെയ്ത് തന്നെ ഇരിക്കും, അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് അത് തിരിച്ച് പോകത്തില്ല. അപ്പോൾ അതിന് ആ ഒരു പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് വരെ എനിക്ക് ഞാൻ എന്ത് പറയാം, ലീനിയർ ആണെന്ന് പറയാം. അതായത് ഇതാണ് ഞാൻ കൊടുക്കുന്ന ലോഡ്, ലോഡിനനുസരിച്ച് എന്ത് ചെയ്യുവാണ്, അത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കർവ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ലിമിറ്റ് കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഓവർലോഡായി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്ത ഈ ലോഡ് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതെന്ത് ചെയ്തു, അതിന് തിരിച്ച് അതിന്റെ പ്രോപ്പർട്ടി റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു ലിമിറ്റ് വരെ സ്പ്രിങ്ങിന് ലോഡ് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ ഈ ഒരു റേഞ്ചിൽ എനിക്ക് ഞാൻ എന്ത് ആയിട്ട് വർക്ക് ചെയ്യിക്കാം, ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യിക്കാം. അത് ആ ഒരു സ്പ്രിങ്ങിന്റെ പ്രോപ്പർട്ടി കാരണമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് സൂപ്പർ പൊസിഷൻ തിയറം ഒബേ ചെയ്യുന്നില്ല, അതിന് മൾട്ടിപ്പിൾ ഇക്വിലിബ്രിയം പോയിന്റ്സ് ഉണ്ടാവാം. അതെന്താന്ന് നമ്മളിനി അങ്ങോട്ട് പറയും. ഒരു സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്നൊക്കെ അറിയാം, മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു കേസ്, അത് പല പല ഫ്രീക്വൻസിയിൽ ഉണ്ടാവുമെന്നാണ് മീൻ ചെയ്തേക്കുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇറ്റ് മേ എക്സിബിറ്റ് ലിമിറ്റ് സൈക്കിൾസ് which are self-sustained oscillations of fixed frequency and amplitude. ഒരു ലിമിറ്റഡ് സൈക്കിളിൽ അത് എന്ത് ചെയ്യാം, സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓസിലേഷൻ തരാം. സസ്റ്റൈൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഓവർ ഡാംഡ് അണ്ടർ ഡാംഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൽ എന്തുണ്ടാവാം, ജമ്പ് റെസൊണൻസ് ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ജമ്പ് റെസൊണൻസ് എന്താന്ന് നമ്മളിനി പറയും. ദെൻ അതിലെന്തുണ്ടാവാം, ഹാർമോണിക്സും സബ് ഹാർമോണിക്സും വരാം, ലീനിയർ അല്ല. അപ്പൊ എന്ത് വരാം, ഹാർമോണിക്സും സബ് ഹാർമോണിക്സും. ഹാർമോണിക്സും സബ് ഹാർമോണിക്സ് എന്ന് പറയുന്നാൽ എന്താ, നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി എന്ത് വരാം, ഔട്ട്പുട്ടിൽ വരാം. അപ്പൊ ഇങ്ങനത്തെ കേസല്ല ഇവിടെ വരാം, ഇതിൽ വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു ജമ്പ് റെസൊണൻസ് എന്താന്ന് നമുക്ക് പറയണമെന്ന് പറഞ്ഞു. ജമ്പ് റെസൊണൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഇവിടെ ഈ ഗ്രാഫ് നോക്കിയാൽ മതി മനസ്സിലാവും. ഇവിടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുവാണ്, സിസ്റ്റത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഒരു ഫ്രീക്വൻസിയിൽ ഇവിടെ ഒമേഗയുടെ വാല്യൂ ω1 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ω2 പോയപ്പോൾ എന്ത് ചെയ്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് സഡൻ ആയിട്ടൊരു വേരിയേഷൻ ഉണ്ടായി. ലീനിയർ അല്ല, ജമ്പ് ചെയ്ത് വേറെ എന്തിൽ പോയി, വേറൊരു പോയിന്റിലോട്ട് പോയി. മീൻസ് റെസൊണൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, റെസൊണൻസ് മീൻസ് ഏതൊരു ഫ്രീക്വൻസിയിലാണോ എനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെ നമ്മൾ റെസൊണൻസിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്കൊക്കെ വെച്ചിട്ട് ഏത് ഫ്രീക്വൻസിയിലാണ് എനിക്ക് മാക്സിമം വാല്യൂ കിട്ടുക, അല്ലെ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ മാക്സിമം വാല്യൂ എന്ത് ചെയ്യാം, പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. നമ്മൾ നോർമലി റെസൊണൻസിന്റെ കർവ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ലീനിയർലി വേരി ചെയ്തു ഈ ഒരു പോയിന്റിലാണ് എന്ത് വരിക, റെസൊണൻസ് വരിക. ഇവിടെ അങ്ങനെയല്ല, ലീനിയർ ആയിട്ട് വേരി ചെയ്തിരുന്ന് പെട്ടെന്ന് റെസൊണൻസിലോട്ട് പോയി. ദെൻ ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഒരു വേരിയേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് റെസൊണന്റ് പോയിന്റ്സ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അങ്ങനെ ജമ്പ് ചെയ്ത് റെസൊണന്റ് പോയിന്റിലോട്ട് പോകുമ്പോഴാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ജമ്പ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ഹാപ്പൻ ഇൻ എന്തില്ല, നോൺ ലീനിയർ സിസ്റ്റം. നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. ദെൻ സബ് ഹാർമോണിക് ഓസിലേഷൻ. സബ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിനുസോയിഡൽ ഇൻപുട്ടാണ് ഞാൻ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, സ്റ്റഡി സ്റ്റേറ്റ് ഓസിലേഷൻസ് തരും. പക്ഷെ ആ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കാം, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് ഞാൻ കൊടുത്ത സൈൻ വേവ് ഫ്രീക്വൻസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിളിലുള്ളൊരു ഫ്രീക്വൻസിയിലായിരിക്കും എന്ത് ചെയ്യുക, എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് ഓസിലേഷൻ കിട്ടുക. അതായത് ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഞാൻ കൊടുത്ത സൈൻ വേവിന്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിലാണ്. ഹാർമോണിക്സ് ഒക്കെ നമുക്കറിയാം, DC to AC കൺവേർഷൻ ചെയ്യുമ്പോഴെല്ലാം അവിടെ എന്ത് വരുന്നുണ്ട്, ഹാർമോണിക്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ നോൺ ലീനിയർ സിസ്റ്റത്തിൽ ഞാൻ സൈൻ വേവ് കൊടുത്താൽ എന്ത് വരാം, എനിക്ക് നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ കേസിലാണ് ഞാൻ സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, സബ് ഹാർമോണിക്സ് വരും. നോർമലി നമുക്ക് വരുന്ന DC to AC കൺവേർഷനിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഹാർമോണിക്സ് വരുന്നുണ്ട്. അപ്പൊ നോൺ ലീനിയർ സിസ്റ്റത്തിൽ സൈൻ വേവ് കൊടുത്താലും എന്ത് കിട്ടും, സബ് ഹാർമോണിക്സ് വരും. പിന്നെന്താ പറഞ്ഞാൽ ലിമിറ്റ് സൈക്കിൾസ്. അതായത് ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് will exhibit oscillation with fixed amplitude and frequency. These sustained oscillations are called limit cycle. അതായത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ എന്ത് തരത്തുള്ളൂ, എനിക്ക് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലുള്ള എന്ത് തരുന്നുള്ളൂ, ഓസിലേഷൻസ് തരുന്നുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി എന്റർടൈൻമെന്റ് വേണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഒരു എന്തിന്റെ, നോൺ ലീനിയർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ എക്സാംസിനെല്ലാം ഈ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്
types of non-linearities ആണ്. So non-linearities can be classified as incidental and intentional. ഇൻസിഡൻ്റൽ ആൻഡ് ഇൻറ്റൻഷണൽ. പേര് വെച്ചിട്ട് ഓർക്കാം. ഇൻസിഡൻ്റൽ എന്ന് പറയുന്നത് ആ ഒരു നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് ഇൻഹെറൻ്റ് ആയിട്ട് എന്തിൽ ഉള്ളതാണ്, ആ സിസ്റ്റത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസിഡൻ്റൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻറ്റൻഷണൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇൻറ്റൻഷനലി അതിൽ എന്ത് കൊടുക്കുന്നു, ഒരു നോൺ ലീനിയാരിറ്റി അതിലോട്ട് എന്ത് ചെയ്യാണ്, ഇൻജെക്ട് ചെയ്യണം. നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുക്കുന്നതിനെയാണ് ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിഡൻ്റൽ അല്ലെങ്കിൽ അതിൽ ഇൻഹെറൻ്റ് ആയിട്ടുള്ള നോൺ ലീനിയറിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് സാച്ചുറേഷൻ, ഡെഡ് സോൺ, കൂളം ഫ്രിക്ഷൻ, സ്റ്റിക്ഷൻ, ബാക്ക്ലാഷ് എക്സെട്ര. ഇതിൽ ഒന്ന് രണ്ടെണ്ണം എന്താന്നുള്ളത് നമ്മൾ നോക്കി വെക്കും, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട്. ദെൻ ഇൻറ്റൻഷണൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, നമ്മൾ പർപ്പസ്ഫുള്ളി അതിലോട്ട് എന്ത് ചെയ്യുവാണ്, ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റിലേ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്, സാച്ചുറേഷൻ. സാച്ചുറേഷൻ നമ്മൾ BJTയുടെയും FETയുടെയും ക്യാര പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിഷ്യലി ഇൻപുട്ട് വേരി ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ലീനിയർ ആയിട്ട് വേരി ചെയ്യും. ദെൻ ഒത്തിരിയും വലിയ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഇതൊരു നോൺ ലീനിയാരിറ്റിയാണ്. ഈ ഒരു റേഞ്ചിൽ സിഗ്നൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിരുന്നുവെങ്കിൽ അതിന് എനിക്ക് എന്ത് പറയായിരുന്നു, ലീനിയർ ആണെന്ന് പറയായിരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ലീനിയാരിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് വിൽ ഗോ ടു നോൺ ലീനിയാരിറ്റി, ദാറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ. അതുകൊണ്ടാണ് സാച്ചുറേഷൻ എന്തെന്ന് പറയുന്നത്, ഒരു നോൺ ലീനിയാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് അങ്ങനെ വരുന്നത് എവിടെയൊക്കെയാണ്, നമ്മുടെ ആംപ്ലിഫയേഴ്സിനകത്ത്, പിന്നെ മോട്ടറിന്റെ സ്പീഡ്, അങ്ങനത്തെ കേസിലെല്ലാം എന്ത് വരുന്നുണ്ട്, ഈ സാച്ചുറേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഡ് സോൺ. ഡെഡ് സോൺ എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു ചില ഡിവൈസിന്റെ കേസിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ച് ടൈമിൽ 0 ആയിട്ട് നിൽക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യത്തുള്ളൂ, ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയോഡിനകത്ത് ഇൻപുട്ട് കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ, ഔട്ട്പുട്ട് വേരി ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ് ടു കട്ട് ഇൻ വോൾട്ടേജ് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ഒരു വേരിയേഷൻ ഇല്ല. അപ്പോൾ എന്തല്ല, കട്ട് ഇൻ വോൾട്ടേജ് വരെ സിസ്റ്റം ലീനിയർ അല്ല. അപ്പോൾ അതൊരു നോൺ ലീനിയാരിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് 0 ആയിട്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാണ്ട് നിൽക്കുന്ന സമയത്തിനാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, ഡെഡ് സോൺ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്ന, ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസ് ഉണ്ടാകുമ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്തല്ല, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്ന് ഇല്ല അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടെന്ന് പറയേണ്ട കാര്യം ഇല്ല അല്ലേ. നമ്മളൊരു ഫോഴ്സ് കൊടുത്താലും അതിനെ ഒപ്പോസ് ചെയ്യുന്നൊരു കേസാണ്, നമ്മുടെ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, നമ്മൾ ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം മൂവ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നത് ഇന്റൻഷനലി നമ്മൾ വെക്കുന്ന നോൺ ലീനിയാരിറ്റി. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞു, റിലേ. റിലേയുടെ ശരിക്കും വർക്കിംഗ് എന്താണ്, നമ്മൾ ഒരു ഇപ്പം നമ്മുടെ വീട്ടിൽ സർക്യൂട്ട് ട്രിപ്പ് ആവുമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവലിലും കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് ചെയ്ത് പോകുന്നത്. ഒരു പർട്ടിക്കുലർ ലെവലിൽ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സിസ്റ്റം അങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഗ്രൗണ്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നല്ല, ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് പെട്ടെന്ന് എന്തിലേക്ക് പോകും, 0യിലേക്ക് പോകും. അത്രയും സമയം സിസ്റ്റം എന്തായിരുന്നു, വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്ത് ഇരുന്നത്. അപ്പോൾ അതിനെനിക്ക് എന്തെന്ന് പറയാം, ഒരു നോൺ ലീനിയർ. അത് നമ്മൾ പർപ്പസ്ഫുള്ളി കൊടുക്കുന്നതാണ്. സർക്യൂട്ട് ഇത്രയും വരെ ക്ലോസ്ഡ് ആയിരുന്നു, ഇത്രയും ഒരു വോൾട്ടേജ് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡെഡ് സോണിലേക്ക് മാറ്റുവാണ്, അല്ലെങ്കിൽ അതിനെ ഗ്രൗണ്ട് ചെയ്യുവാണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ലീനിയാരിറ്റി. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത്, ലീനിയാരിറ്റി ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ടൈപ്പ്.